നമ്മുടെ അയൽപ്പക്കത്ത് എക്സ്പ്രസ് വേ തുറന്നപ്പോൾ കൈയടിച്ച് സ്വീകരിച്ചിരിക്കുകയാണ് മലയാളികൾ. കേരളത്തിൽ 2012 ആസൂത്രണം ചെയ്ത എക്സ്പ്രസ് വേ സമരം ചെയ്ത് മുടക്കി ഈ നാടിനെ ഇന്നത്തെ ട്രാഫിക്കിലേക്ക് തള്ളിവിട്ട പാർട്ടിയാണ് CPM. ഇവർ ഒറ്റ പാർട്ടി മൂലമാണ് ഇപ്പോൾ കേരളത്തിലെ റോഡിൽ കിടന്ന് ജനം മരിക്കുന്നതും നരകിക്കുന്നതും എന്ന് എത്ര പേർക്കറിയാം? ചരിത്രം അറിയാതെ പോയാൽ അതും ഒരു തെറ്റായിരിക്കും. മൈസൂരിൽ നിന്നും 120 കിലോമീറ്റർ വരെ ഒരു ഹെലികോപ്റ്ററിന്റെ ശരാശരി വേഗത്തിൽ എന്ന പോലെ അതിവേഗം ബാംഗ്ലൂരിലേക്ക് പോകാവുന്ന ഈ എക്സ്പ്രസ് വേ കേരളത്തെ ചില നിരാശാജനകമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. രാജ്യത്തെ ആദ്യ എക്സ്പ്രസ് വേ വരേണ്ടത് കേരളത്തിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി എക്സ്പ്രസ് വേ ആസൂത്രണം ചെയ്തത് കേരളത്തിലെ മുൻ UDF സർക്കാർ ആയിരുന്നു. അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന MK മുനീർ ഇതുമായി ഏറെ മുന്നോട്ട് പോയിരുന്നു. പദ്ധതിയെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ വലിയ എതിർപ്പുമായി ഇടതുപക്ഷവും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തി. വലിയ പ്രതിഷേധങ്ങളായി, വലിയ കോലാഹലങ്ങളായി. കാസർഗോഡ് നിന്നും 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്ന അതിവേഗ പാതയായിരുന്നു അത്. അതായത് ഇന്ന് പിണറായി വിജയൻ ആസൂത്രണം ചെയ്ത കെ-റെയിലിനേക്കാൾ വലിയ പദ്ധതി. 507 കിലോമീറ്റർ, വെറും 6400 കോടി രൂപ ചിലവ്. ഇപ്പോൾ നമ്മൾ ഓർക്കണം, ഇതിന്റെ 1/5 മാത്രം നീളമുള്ള മൈസൂർ ബാംഗ്ലൂർ പാതയ്ക്ക് പോലും 8200 കോടി രൂപയായി. കാസർഗോഡ് നിന്നും പിണറായി പ്ലാൻ ചെയ്ത കെ-റെയിലിന് 2 ലക്ഷം കോടി രൂപയോളം ചിലവ് വരും. ആ സ്ഥാനത്താണ് 2012 വെറും 6400 കോടിക്ക് കേരളത്തിൽ ആസൂത്രണം ചെയ്ത എക്സ്പ്രസ് വേ. ഇന്ന് ചിലവുകൾ എവിടെ ചെന്നു? ആ പാത അന്ന് വന്നിരുന്നുവെങ്കിൽ മൂല്യവർദ്ധനവ് മാത്രം നോക്കിയാൽ പോലും 1 ലക്ഷം കോടി രൂപ ലാഭമായനെ. 2012 കേരളത്തിലെ UDF സർക്കാർ ആസൂത്രണം ചെയ്ത് പദ്ധതി തയ്യാറാക്കിയ എക്സ്പ്രസ് വേയുടെ പ്രത്യേകതകൾ ഇങ്ങനെയായിരുന്നു. ചിലവ് 6400 കോടി, നീളം 507 കിലോമീറ്റർ, റോഡിന്റെ വീതി കേട്ടാൽ ഞെട്ടും 100 മീറ്റർ. ഭൂമി ഏറ്റെടുക്കൽ ചിലവ് വെറും 765 കോടി രൂപ മാത്രം. പദ്ധതിക്കായി രൂപരേഖ തയ്യാറാക്കിയത് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ. പദ്ധതിയുടെ തുക നൽകാൻ SBI അടക്കമുള്ള ബാങ്കുകൾ അന്ന് മുന്നോട്ട് വന്നിരുന്നു. 120 കിലോമീറ്റർ വേഗതയിലുള്ള ലോകത്തെ അതിവേഗ പാതയായിരുന്നു ആസൂത്രണം ചെയ്തത്. എന്നാൽ എല്ലാം മുടക്കി നശിപ്പിക്കുകയായിരുന്നു ഇന്ന് കേരളം ഭരിക്കുന്ന CPM. 6400 കോടിക്ക് 100 മീറ്റർ വീതിയിൽ വരേണ്ട റോഡ് തടഞ്ഞവരാണ് ഇന്ന് 2 ലക്ഷം കോടിക്ക് അതിനേക്കാൾ മാറ്റുകുറഞ്ഞ കെ-റെയിലുമായി വന്നിരിക്കുന്നത്. 2 ലക്ഷം കോടി രൂപയുടെ കെ-റെയിൽ പദ്ധതിയിൽ നിന്നും എക്സ്പ്രസ് വേ പണിയാൻ 2012 കണക്കാക്കിയ 6400 കുറച്ചാൽ കിട്ടുന്ന പണം, അതാണ് കേരളത്തിനുണ്ടായ വൻ നഷ്ടം. ആ കണക്ക് 1.93 ലക്ഷം കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഈ കേരളത്തിന് ഉണ്ടാക്കി നൽകിയ പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നവർ എന്ന് തിരിച്ചറിയണം. ചരിത്രത്തിൽ പറ്റിയ തെറ്റുകൾക്ക് ടേണുകളില്ല. തിരിച്ചുപോക്കും തിരുത്തലും പറ്റില്ല. അനുഭവിക്കുക തന്നെ മാർഗം. അന്ന് കേരളത്തിൽ വരേണ്ട എക്സ്പ്രസ് വേ തടഞ്ഞത് CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നായിരുന്നു. CPM എക്സ്പ്രസ് വേക്കെതിരെ ജനങ്ങളെ അണിനിരത്തിയ വാദങ്ങൾ ഇങ്ങനെ: കൂത്തുപറമ്പ് മമ്പറത്ത് രാഘവേട്ടന്റെ പറമ്പ് 2 ഭാഗമായി വിഭജിക്കും. രാഘവേട്ടന് തന്റെ അപ്പുറത്തെ പറമ്പിൽ കെട്ടിയ പശുവിനെ അഴിക്കണമെങ്കിൽ തിരുവനന്തപുരത്തോ കാസർഗോട്ടോ പോയി ടേൺ എടുത്ത് വരേണ്ടി വരും. കേരളത്തെ 2ആയി വിഭജിക്കും. ജനങ്ങൾ 2 വിഭാഗമായി മാറും. പരിസ്ഥിതി നശിക്കും. അന്ന് എക്സ്പ്രസ് വേ വന്നാൽ കണക്കാക്കിയ ടോൾ ഒരു കാറിന് 300 രൂപയായിരുന്നു. ഇത് എത്ര വൻ സംഖ്യയാണ് എന്ന ചോദ്യം ചോദിച്ച് ജനത്തെ വിരട്ടിയതും CPM ആയിരുന്നു. അന്ന് ട്രെയിനിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാൻ 125 രൂപ മതിയായിരുന്നു. CPM അന്ന് ചോദിച്ചത് 125 രൂപയ്ക്ക് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് പോകാൻ നിലവിൽ സൗകര്യമുള്ളപ്പോൾ എന്തിനാണ് 300 രൂപ ടോൾ കൊടുത്ത് ഈ പുതിയ പദ്ധതി? ഇത് അഴിമതിയാണ് എന്നായിരുന്നു. ഈ പറയുന്ന CPM നേതാക്കൾ ഇന്ന് കണ്ണൂരിൽ നിന്നും 5000 രൂപ മുതൽ 10000 രൂപ വരെ നൽകി വിമാനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് പറക്കുന്നത്. 300 രൂപയുടെ ടോൾ പറഞ്ഞ് ഭയപ്പെടുത്തിയവർ ഇപ്പോൾ ഒന്നോർക്കണം. പാലിയേക്കര, കോഴിക്കോട്, കൊല്ലം, ആലപ്പുഴ ഇവിടെയെല്ലാം ടോൾ കൊടുക്കണം. തലസ്ഥാനത്തെത്താൻ ഇത് ടോൾ കൊടുത്തേ മതിയാവും. എല്ലാം കൂടി നോക്കിയാൽ പോയി വരുമ്പോൾ 1000 രൂപയ്ക്ക് മുകളിലാകും. അപ്പോൾ പണ്ട് പ്ലാൻ ചെയ്ത ഒറ്റയടിക്ക് 300 രൂപ ടോൾ നൽകുന്ന എക്സ്പ്രസ് വേ എന്തിനു മുടക്കി? കേരളത്തിന്റെ എല്ലാ വികസനത്തിനും കേട്ടാൽ അറയ്ക്കും വിധം പാരവെച്ച പ്രസ്ഥാനമാണ് CPM. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു. കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ എത്ര ഹർത്താലും മാർച്ചും ധർണയും വർഷങ്ങൾ CPM DYFIക്കാർ നടത്തി. ചെങ്കല്ല് വെട്ടുന്ന മെഷീൻ വന്നപ്പോൾ സമരം ചെയ്തു. കേരളത്തിൽ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജുകളും കൂടുതലായി വന്നപ്പോൾ സമരം ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിനെതിരെ സമരം ചെയ്ത 5 സഖാക്കളാണ് വെടികൊണ്ട് മരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് വന്നാൽ വീട് മേയാനുള്ള പുല്ലു വളരുന്ന സ്ഥലം ഇല്ലാതാകും എന്നായിരുന്നു അന്ന് പറഞ്ഞ ഒരു വാദം. കൊച്ചി വിമാനത്താവളത്തിനെതിരെ സമരം നടത്തി.
കൊച്ചി സ്മാർട്ട് സിറ്റിക്കെതിരെ സമരം ചെയ്തു. കണ്ണൂർ വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുത്തപ്പോൾ ഭൂമി കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇ.പി. ജയരാജനായിരുന്നു നാട്ടുകാരെ കൊണ്ട് സമരം നടത്തിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.